കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ക്ലാസ്സിലും എല്ലാ വീഡിയോയിലും സ്ക്രാച്ച് എന്ന് പറഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ. പഠിപ്പിച്ചത് തന്നെ പിന്നെയും പറയേണ്ട കാര്യമില്ല. ഓക്കെ, റിയാക്റ്റിൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നമ്മൾ ഓൾറെഡി പഠിച്ച സ്റ്റേറ്റിൽ പ്രീവിയസ് സ്റ്റേറ്റ് എങ്ങനെ എടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പഴയ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ടോഗിൾ. അപ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ടോഗിൾ ചെയ്യാൻ മേലെയെന്ന്. അപ്പോൾ നമുക്ക് പ്രീവിയസ് സ്റ്റേറ്റ് എടുത്തിട്ട് ഒരു ടോഗിൾ സെറ്റപ്പ് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സ്റ്റേറ്റിൻ്റെ 2-3 വീഡിയോസും കൂടി ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈഫ് സൈക്കിൾ മെത്തേഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനിവിടെ നമുക്കൊരു നമ്മുടെ ഈ ഒരു app.jsൻ്റെ അകത്തൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ കാലിയാണ്. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് RFC എന്ന് ഞാൻ അടിച്ചു. എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അടിച്ചതാണ് കേട്ടോ. ഇതല്ല, നമ്മൾ ഫങ്ഷണൽ കോമ്പണൻ്റ് അല്ല ക്രിയേറ്റ് ചെയ്യാൻ പോണേ, പകരം ക്ലാസ് കോമ്പണൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോണേ. ഇപ്പോൾ നമുക്കിവിടെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. കമ്പോണൻ്റ്. ഓക്കെ, അപ്പോൾ ക്ലാസ് കോമ്പണൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കിവിടെ ആപ്പാണ്, ആപ്പ് ഇട്ട് കൊടുത്തു. അതായത് ക്ലാസ്സിൻ്റെ പേര് ആപ്പാണ്. ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. എക്സ്റ്റെൻഡ് കോമ്പോണൻസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇനി ഇതൊന്നും പറയില്ല കേട്ടോ, അതൊക്കെ കഴിഞ്ഞു പോയതാണ്. കോമ്പോണൻസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് റെൻഡർ മെത്തേഡ് ഉണ്ട്. റെൻഡർ കൊടുക്കാം. റെൻഡർ മെത്തേഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കണ്ടെയ്നർ നമുക്ക് കിട്ടണം. ഓക്കെ, ഞാനിവിടെ ഒരു div ഇട്ടു. ഓക്കെ, ഈ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഒരു h1 ഇട്ട് നോക്കാം. h1 ഇട്ടിട്ട് നമുക്ക് ഹായ് കൊടുക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ഉള്ളിൽ റെൻഡറിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. റിട്ടേണിൻ്റെ ഉള്ളിലായിരിക്കും JSXനെ നമ്മൾ HTML ടൈപ്പ് സിൻഡെക്സിനെ റിട്ടേൺ ചെയ്യാവുള്ളൂ. ഓക്കെ, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി നമ്മൾ JSX പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്കത് റിഫ്രഷ് ചെയ്യാം. ഹായ്, അപ്പോൾ ആൻസർ കിട്ടി. നമ്മളിന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് നോക്കിയിട്ടുണ്ട്. അപ്പം പ്രീവിയസ് സ്റ്റേറ്റ് എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത്, നമുക്കിവിടെ ഒരു കണ്ടെയ്നർ നമുക്ക് ഫസ്റ്റ് ഉണ്ട്. നമുക്കിവിടെ ഒരു ബട്ടൺ എഴുതാം. ഒരു ബട്ടൺ. ഓക്കെ, നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒരു ബട്ടൺ കൊടുക്കുവാണ്. BUTTON ബട്ടൺ ഞാൻ പറഞ്ഞു കൊടുത്തു. ബട്ടൺ. എന്നിട്ട് ബട്ടണിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്താണ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, കാരണം നമുക്ക് ബട്ടണിൽ നമ്മൾ എടുക്കുന്ന ടെസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വരാം. ഈ റെൻഡറിന് മേലെയായിട്ട് നമുക്കിവിടെ വരാം. ഇവിടെ നമുക്ക് കൺസ്ട്രക്ടർ വിളിച്ചു കൊടുക്കാം. സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. കൺസ്ട്രക്ടർ വിളിച്ചു കൊടുക്കാം. ഓക്കെ, കൺസ്ട്രക്ടർ വിളിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമുക്കവിടെ ടെസ്റ്റ് കാണിക്കണം ബട്ടണിൽ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. സൂപ്പർ നമുക്ക് വിളിച്ചു കൊടുക്കാം. ഇതൊക്കെ പഠിപ്പിച്ചതാട്ടോ, ഇതൊന്നും ഇനി പറയേണ്ട കാര്യമില്ല. സൂപ്പർ വിളിച്ചു കൊടുക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൻ്റെ ക്ലാസ് കാണുക, റിയാക്റ്റിൻ്റെ പഴയ ക്ലാസ് കാണുക. ഓക്കെ, നമുക്ക് പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ രൂപത്തിൽ സ്റ്റേറ്റ് പറഞ്ഞു കൊടുക്കാം. എന്താണ് ബട്ടൺ ടെസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചതാണ്. ബട്ടൺ ടെസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു. ബട്ടൺ ടെസ്റ്റ് നമുക്ക് എന്ത് കൊടുക്കണം? ഡീഫോൾട്ടായിട്ട് ആ ബട്ടൺ ഒരു ടെസ്റ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഡീഫോൾട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ സാധനമായിരിക്കും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ മാറുന്നത്. നമുക്കിവിടെ നമ്മൾ യൂട്യൂബ് ബട്ടണാണ് ഉണ്ടാക്കണേ. അൺസബ്സ്ക്രൈബ് എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. നമുക്കിത് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റ് ആക്സസ് ചെയ്യുന്നത്? ഇതുപോലെയാണ്. കേളി ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ബട്ടൺ ടെസ്റ്റ് അൺസബ്സ്ക്രൈബ്. ഓക്കെ, ഇവിടെ വരാം. കണ്ടോ, അൺസബ്സ്ക്രൈബ് ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്കൊരു ബട്ടൺ കിട്ടി അൺസബ്സ്ക്രൈബ് എന്നുള്ളത്. നമ്മളിവിടെ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയാണ് പഠിച്ചിട്ടുള്ളൂ. സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനും നമ്മൾ പഠിച്ചു. പക്ഷേ പ്രീവിയസ് സ്റ്റേറ്റ് എടുക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവൻറ്റ് ട്രിഗർ ചെയ്യേണ്ടത്, ഇവൻറ്റ് നടക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൺ ക്ലിക്കിൽ പറഞ്ഞു കൊടുക്കാം.
ഓൺ ക്ലിക്ക് ഇവൻറ്റ്, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ, മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ പറഞ്ഞു കൊടുക്കാം, ദിസ് ഡോട്ട്. നമുക്കൊരു ഫംഗ്ഷൻ എന്നിട്ട് ഈ പേരിൽ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ദിസ് വെച്ചിട്ടാണ് ഫംഗ്ഷൻ വിളിച്ചു കൊടുക്കുക. നമ്മളിവിടെ ചേഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ വിളിച്ചു കൊടുത്തു, പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ചേഞ്ച് പറഞ്ഞു കൊടുക്കാം. ഞാൻ ഈ റെൻഡറിന് മേലെയായിട്ട് ഞാൻ ആ ഒരു ഫംഗ്ഷൻ വിളിച്ചു കൊടുക്കുക കേട്ടോ. കൺസ്ട്രക്ടറിന് താഴെയായിട്ട്, കൺസ്ട്രക്ടറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് വിളിച്ചു കൊടുക്കാം. ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആരോ ഫംഗ്ഷനായിട്ടാണ് ക്രിയേറ്റ് ചെയ്യണത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ കോൺസെപ്റ്റാണ്, ഇതൊക്കെ പഠിക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വിളിച്ചിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചേഞ്ച് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? പ്രീവിയസ് സ്റ്റേറ്റ് എടുത്തിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രീവിയസ് സ്റ്റേറ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ഒരു പ്രോജക്റ്റിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യും കേട്ടോ. റൈറ്റ് ക്ലിക്ക് അടിച്ച് ഫോർമാറ്റ് ഡോക്യുമെൻറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രീവിയസ് സ്റ്റേറ്റ് എടുക്കണം. ഇതിൻ്റെ അകത്ത് എങ്ങനെ എടുക്കാം? ഇതിൻ്റെ അകത്ത് പ്രീവിയസ് സ്റ്റേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെയാണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്? സെറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് സെറ്റ് സ്റ്റേറ്റ് വിളിച്ചു കൊടുക്കാം. ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വിളിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതി കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രീവിയസ് സ്റ്റേറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റേറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോർമലി എന്താണ് ചെയ്യുന്നത്? ഞാനിവിടെ വന്നു, നോർമലി നമുക്കിവിടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കാം ബട്ടൺ ടെസ്റ്റ് എന്തായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്? ബട്ടൺ ടെസ്റ്റ് സബ്സ്ക്രൈബായിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. സബ്സ്ക്രൈബായിട്ട് നമുക്ക് ബട്ടൺ ടെസ്റ്റ് നോർമലി വെക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ബട്ടൺ ടെസ്റ്റ് സബ്സ്ക്രൈബായിട്ട് റിട്ടേണിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കണം. ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേണിൻ്റെ ഉള്ളിൽ ഇത് പറഞ്ഞു കൊടുക്കാം. നോർമൽ കേസ് ഇവിടെ നമുക്ക് സബ്സ്ക്രൈബ് കിട്ടും. ഓക്കെ, ബട്ടൺ ടെസ്റ്റ് സബ്സ്ക്രൈബ് കണ്ടോ? സബ്സ്ക്രൈബ്. പക്ഷെ ഇത് ടോഗിളല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനിവിടെ റീഫ്രഷ് അടിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യണേ. ഇതുപോലെയാണ് നമ്മൾ പഴയ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്തത്. ടോഗിളല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് ടോഗിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ നമ്മളിവിടെ ഒരു കോൾ ബാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ പ്രീവിയസ് സ്റ്റേറ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പം സബ്സ്ക്രൈബ് ആകും, പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺസബ്സ്ക്രൈബ് ആകും. നമുക്ക് സ്റ്റേറ്റ് പ്രീവിയസ് സ്റ്റേറ്റ് എടുക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. ഒരു ടോഗിൾ ഫംഗ്ഷൻ എഫക്റ്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിയുമ്പം ഇവിടെ നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റ് എടുക്കാൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു കോമൺ നെയിം എന്ന രീതിയിൽ പ്രീന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൾ ബാക്കിൻ്റെ ഉള്ളിൽ നമ്മളിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ പ്രീ എന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇഫ് കണ്ടീഷൻ, ഇഫ് ബട്ടൺ ടെസ്റ്റ് ഈക്വൽ ടു ബട്ടണിൽ എഴുതിയിരിക്കുന്ന ടെസ്റ്റ് അൺസബ്സ്ക്രൈബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി മാറ്റുക ബട്ടൺ എന്ന് പറഞ്ഞ ടെസ്റ്റ്. തിരിച്ചാണെങ്കിൽ എൽസ് കേസിലാണെങ്കിൽ നേരെ വിപരീതം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒക്കെ അൺസബ്സ്ക്രൈബ് ആണ്, ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ആകും, പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺസബ്സ്ക്രൈബ് ആകും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്കങ്ങനെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്കിവിടെ വന്നിട്ട് ഇഫ് ഒരു കണ്ടീഷൻ നമുക്കിവിടെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇഫ് പ്രീവിയസ് സ്റ്റേറ്റ്, ഇവിടെ നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഓക്കെ, പ്രീവിയസ് ഈ ഒരു സ്റ്റേറ്റിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് ഇവിടെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഓക്കെ, പ്രീവിയസ് സ്റ്റേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള നെയിം കൊടുക്കുക, വർക്ക് ചെയ്യും. ഇവിടെ നമുക്ക് ഡോട്ട് ബട്ടൺ ടെസ്റ്റ് ത്രിബിൾ ഈക്വൽ ടു മീൻസ് ആദ്യം നമ്മളതിൻ്റെ ടൈപ്പ് ചെയ്യും, പിന്നെ ആദ്യം നമ്മളിതിൻ്റെ എന്തായിരുന്നു ഇത് ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യും, പിന്നെ നമ്മളിതിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യും. ഇതിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യാനായിട്ടോ നമ്മൾ ഇത് കൊടുക്കുന്നത്, ഡാറ്റ ടൈപ്പ് ത്രിബിൾ ഈക്വൽ ടു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ് പഠിച്ചതാണ്. നമുക്ക് അൺസബ്സ്ക്രൈബ് പറഞ്ഞു കൊടുക്കാം. അൺസബ്സ്ക്രൈബ് ഓക്കെ, സ്പെല്ലിംഗ് കറക്റ്റാണ്. അൺസബ്സ്ക്രൈബ് പറഞ്ഞു കൊടുക്കാം. ഈ അൺസബ്സ്ക്രൈബിൻ്റെ ഉള്ളിൽ ഈ റിട്ടേണിൻ്റെ അകത്ത് നമ്മൾ അൺസബ്സ്ക്രൈബ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഒരു ഇഫ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ വേണം
ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അൺസബ്സ്ക്രൈബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക പ്രീവിയസ് സ്റ്റേറ്റ്. ഓക്കെ, നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കണ്ടീഷൻ്റെ ഉള്ളിൽ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ഡോക്യുമെൻറ്റ്. ഈ ഒരു കണ്ടീഷൻ്റെ ഉള്ളിലാണ് ഇത് നടക്കേണ്ടത്. റിട്ടേൺ സബ്സ്ക്രൈബ്. തിരിച്ച് ഇവിടെ എൽസ് ഈ കണ്ടീഷന് വിപരീതമാവുകയാണെങ്കിൽ എൽസിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എൽസിൽ എന്താണ്, ഈ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് എൽസിൽ പറഞ്ഞു കൊടുക്കാം. പകരം ഇതിൽ എഴുതിയിരിക്കുന്ന ആ വാല്യൂ നമുക്ക് മാറ്റിയാൽ മതി. ഇവിടെ വരാം. ഇവിടെ നമ്മൾ സബ്സ്ക്രൈബ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, അൺസബ്സ്ക്രൈബ് ആണ് വേണ്ടത്. അൺസബ്സ്ക്രൈബ്. തിരിച്ച് നേരെ തിരിച്ചുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്കിവിടെ വരാം, നോക്കാം. കണ്ടോ, നമുക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക്. നമുക്കിവിടെ വരാം, സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ്. പിന്നെ കണ്ടോ, പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അൺസബ്സ്ക്രൈബ് എന്നാണ്. ഈ അൺസബ്സ്ക്രൈബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക എന്നാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എൽസിൽ നേരെ ഈ തിരിച്ച്, അതായത് എൽസ് കേസിൽ വന്നു കഴിയുമ്പോൾ ഇത് പിന്നെ അൺസബ്സ്ക്രൈബ് ആകും. ഇവിടെ നമ്മൾ അൺസബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നതിലെ മിസ്റ്റേക്ക് ആട്ടോ. ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടോഗിൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. കണ്ടോ, ഇപ്പോൾ ഈ ടോഗിൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ടോഗിൾ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം, അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതും കൊണ്ട് നമ്മുടെ ഇത് തീരില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഇതുപോലെ വൃത്തിയായിട്ട രീതിയിൽ ഇരിക്കാൻ പാടില്ല. സോ നമുക്കിവിടെ വന്നിട്ട് ഇവിടെ ഞാനൊരു സ്റ്റൈൽ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, app.css. നമുക്കിതിവിടെ ഒന്ന് ലിങ്ക് ചെയ്യാം. ഇമ്പോർട്ട് /, അതായത് സെയിം ഡയറക്ടറിയിൽ app.css. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. നമുക്കിവിടെ വരാം. കണ്ടോ, ഇത് കണ്ടോ, സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇത് കണ്ടോ, നമുക്ക് 2052 വാച്ച് ടൈമേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് 2000 മണിക്കൂറും കൂടി ഇനി വേണം നമ്മുടെ ചാനലിന്. നിങ്ങൾ ഓരോരുത്തരും അത് തരണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ഫോട്ടോ ഇവിടെ ഇടാനുള്ള കാരണം. കണ്ടോ, സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ കാണുന്ന ഫോട്ടോ ആട്ടോ അത്. ഓക്കെ, ആ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈൽ ഷീറ്റിൽ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾ CSSൽ പഠിച്ചതാണ്. മാർജിനും പാഡിങ്ങും ബോർഡർ സൈസിങ്ങും എല്ലാം നിങ്ങൾ പഠിച്ചതാണ്. ഇതൊക്കെ റീസെറ്റ് ചെയ്തിരിക്കുകയാണ്. ബോഡിക്കായിട്ട് നമ്മൾ എഴുതി കൊടുത്തു, ഫ്ലെക്സ് ആക്കുക, 100% വിഡ്ത്തും ഹൈറ്റും എടുക്കുക, എല്ലാ കാര്യങ്ങളും കൂടി സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ബോഡിക്കകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊസിഷനും അതിൻ്റെ കവറും എല്ലാം കൂടി സെൻറ്ററിലേക്ക് കൊണ്ടുവരിക, അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ. ബട്ടണിൽ പറഞ്ഞു കൊടുത്ത ഒരു പാഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബട്ടൺ കളറ്, ബാക്ക്ഗ്രൗണ്ട് കളർ, ബോക്സ് ഷാഡോ, ഇതിന് ചുറ്റൊരു വൈറ്റ് കളറുള്ള സംഭവം കണ്ടില്ലേ, ഷാഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോർഡർ ADS ഒക്കെ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഇതിൻ്റെ ബോർഡർ, അവിടെ ഒരു ബോർഡർ, വെള്ള കളർ ബോർഡർ വരാൻ പറയുന്നുണ്ട് ഞെക്കുന്ന സമയത്ത്. കണ്ടോ, ആക്റ്റീവ് ആകുമ്പോൾ കണ്ടോ. ഇത്രയേ ഉള്ളൂ സ്റ്റൈൽ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റൈൽ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു ക്ലാസ് കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഴയ ക്ലാസ്സിൽ സ്റ്റേറ്റ് എന്താണെന്ന് പഠിച്ചു, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനും പഠിച്ചു. പക്ഷേ സ്റ്റേറ്റ് ടോഗിൾ ചെയ്യാൻ, അതായത് പ്രീവിയസ് സ്റ്റേറ്റ് എടുക്കാൻ പഠിച്ചില്ല. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രീവിയസ് സ്റ്റേറ്റ് എടുക്കാനാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റേറ്റ് എടുക്കുന്ന സമയത്ത് അതൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. സബ്സ്ക്രൈബ്, അതായത് നമ്മുടെ ആ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഇതുപോലെ ആക്കുക. എൽസ് കേസിൽ ആ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സ്റ്റേറ്റ് പഴയപടി ആക്കുക. അപ്പോൾ പിന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പം ഇത് ഈ ഒരു സംഭവം ചെക്ക് ചെയ്യും, അൺസബ്സ്ക്രൈബ് ആണോ, അപ്പോൾ സബ്സ്ക്രൈബ്. പിന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അൺസബ്സ്ക്രൈബ് ആണോ, സബ്സ്ക്രൈബ്. അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മളൊരു കണ്ടീഷൻ കൊടുത്തതുകൊണ്ട്. അങ്ങനെ നമുക്ക് ഇതിനൊരു ടോഗിൾ കൊണ്ടുവരാൻ പറ്റി. ഇത് നമ്മുടെ പ്രോജക്റ്റിൽ ഉപകാരമാണ്, നമുക്ക് ടോഗിൾ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു കൗണ്ടർ ചെയ്യാം സ്റ്റേറ്റ് വെച്ചിട്ട്. കൗണ്ടർ എല്ലാവരും തന്നെ ചെയ്തിട്ടുള്ളതാണ്, യൂട്യൂബേഴ്സൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.